ബ്രേക്ക് ദ ചെയിൻ. കൈവിടാതിരിക്കാം. കൈ കഴുകൂ. കേരള സർക്കാർ. വീടെന്ന സ്വപ്നവുമായി അപ്പു മേസ്തിരി. കാട്ടാക്കട താലൂക്കിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ മയിലോട്ടുമുഴി വാർഡിൽ മങ്കാരമല ചരുവുകള വീട്ടിൽ അപ്പു മേസ്തിരി എന്ന് വിളിക്കുന്ന അപ്പു ഒരു വീടിനായി കയറാത്ത പടിയില്ല. മൂത്ത മകൻ സൈക്കോ ചികിത്സയിലും ഭാര്യയും അപ്പുവും ചികിത്സയിലാണ്. കാറ്റടിച്ചാൽ ഏതു നിമിഷവും നിലംപൊത്താറായ 50 വർഷം പഴക്കമുള്ള മൺകട്ട കെട്ടിയ വീട്ടിൽ നെഞ്ചിടിപ്പോടെയാണ് കഴിയുന്നതെന്ന് ഈ വൃദ്ധൻ കണ്ണീരോടെ പറയുന്നു. 10 അംഗങ്ങൾ അടങ്ങിയ 2 കുടുംബമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. 20 വർഷത്തോളമായി ഒരു വീടിനായി കയറിയിറങ്ങുന്നു. നിരവധി തവണ ഈ വാർദ്ധക്യത്തിലും പഞ്ചായത്ത് മുതൽ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ് ഒരു വീടിനായി. പഞ്ചായത്തിൽ വീടിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോഴെല്ലാം ലിസ്റ്റിൽ പേര് വരുന്നതല്ലാതെ വീട് മാത്രം ലഭിച്ചില്ലെന്ന് അപ്പു പറയുന്നു. ഞാൻ കാട്ടാക്കട താലൂക്കിൽ പൂവച്ച പഞ്ചായത്തിൽ മയിലോട്ടുഴി വാർഡിൽ താമസിക്കുന്ന അപ്പു എന്ന് പേര് പറയുന്ന ആളാണ്. 50 വർഷത്തിലധികം പഴക്കമുള്ള മൺകട്ട കെട്ടിയ വീട്ടിൽ താമസിക്കുന്നു. 20 വർഷം കൊണ്ട് ഞാൻ വീട്ടിന് വേണ്ടി ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്തു തളർന്നു. ജില്ലാ കളക്ടർ ഓഫീസിലും ബ്ലോക്ക് ഓഫീസിലും അപേക്ഷ മാറ്റിക്കൊണ്ട് കൊടുത്തു. വർഷം തോറും വീട് അനുവദിക്കുന്നു, വാർഡ് മെമ്പർ വന്ന് പറയുന്നു തുടങ്ങിക്കൊള്ളാൻ. പക്ഷേ ഇതുവരെയും എനിക്ക് വീട് കിട്ടിയിട്ടില്ല. ഈ വീട്ടിൽ 2 കുടുംബം താമസിക്കുന്നു. മൂത്ത മകൻ സൈക്കോളജി ചികിത്സയിലും ഭാര്യയും ചികിത്സയിലാണ്. ഞാനും രോഗിയാണ്. ഒരു നിവൃത്തിയില്ല. വാർഡ് മെമ്പർ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചോ ചോദിച്ചോ, മര്യാദയും തരാമെന്ന് പറഞ്ഞ് ഗ്രാമസഭയിൽ പേര് വായിച്ചു. വീട്ടിൽ വന്ന് മെമ്പർ പറഞ്ഞു. ഇതുവരെ ഒരു നീതി ഉണ്ടായിട്ടില്ല. ശ്രീകണ്ഠൻ എന്ന് പറയുന്ന വാർഡ് മെമ്പർ 2 പ്രാവശ്യം മെമ്പറായിരുന്നു. 2 പ്രാവശ്യം 5ാമത്തെ 7ാമത്തെ പ്രാവശ്യമായിരുന്നു ലിസ്റ്റിൽ പേര്. മേരിക്കുഞ്ഞ് മെമ്പർ വാർഡ് മെമ്പറായിരുന്നു. 9ാമത്തെ പേരായിരുന്നു. അവർ ഭരിക്കുന്നത് ബ്ലോക്കിലാണ്. ഈ വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറും ഈ എൻ്റെ മയിലോട്ടുഴി വാർഡിൽ താമസിക്കുന്ന താമസക്കാരുമാണ്. എന്നെ കൊണ്ട് എൻ്റെ പഴയ വീട്ടിൻ്റെ ഫോട്ടോ എടുത്ത് അപേക്ഷയിൽ വെച്ച് കൊടുപ്പിച്ച് പാസ്സാക്കുന്നു, ലിസ്റ്റ് വായിക്കുന്നു, അത് മറിച്ച് മറ്റാണ് കൊടുക്കുന്നു. എനിക്ക് നീതിപൂർവ്വം എൻ്റെ മക്കൾക്ക് കയറി കിടക്കാൻ വീട് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സഖിയില്ല. പഞ്ചായത്തിൽ കൊടുത്തു തളർന്നു. ബ്ലോക്ക് ഓഫീസ്, ജില്ലാ പഞ്ചായത്ത്, കളക്ടർ ഓഫീസ്, ബ്ലോക്ക് ഓഫീസിൽ അപേക്ഷ വരെ ഞാൻ കൊണ്ടുകൊടുത്തു. എൻ്റെ രോഗികളുടെ ചികിത്സാ സർട്ടിഫിക്കറ്റും വീടിൻ്റെ ഫോട്ടോയും കൊടുത്തു. ഇതുവരെ എനിക്കൊരു നീതി ഉണ്ടായിട്ടില്ല. എത്രയും വേഗം ഉദ്യോഗസ്ഥരായ സാറന്മാർ എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ 2ാമത്തെ മകന് 2 പെൺകുട്ടികൾ, മാൻകുട്ടികൾ, കാറ്റടിക്കുമ്പോൾ പുഴു പടയ്ക്കും പോലെ പടയ്ക്കുകയും നെഞ്ചിലിടിയും. അതിനേക്കാൾ ബഹളത്തിൽ ഞാൻ നെഞ്ചിലിടിക്കുന്നു. കാറ്റും മഴയും അടിക്കുന്ന സമയം എൻ്റെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും, എങ്ങോട്ട് പോകും എന്നുള്ള നിരാശയിൽ മങ്കാരമല പടിഞ്ഞാറെ ചെറുകിട വീട്ടിൽ അപ്പു എന്ന് പറയുന്ന ആളിൻ്റെ നിരാശയായ സങ്കടം ബോധിപ്പിക്കുന്നു. ഇവിടെ ഈ വീട്ടിൽ 2 കുടുംബം 10 പേര് താമസിക്കുന്നു. യേശുദാസിൻ്റെ ഭാര്യ, ജയൻ്റെ ഭാര്യ, ജയൻ്റെ 2 പെൺമക്കൾ ഈ വീട്ടിൽ 2 കുടുംബം താമസിക്കും. 2 പേർക്കും 2 റേഷൻ കാർഡും ഉണ്ട്. ഞങ്ങൾ BPL കാർഡിലുള്ളവരാണ്. നിരപരാധിയാണ്. ഫുട്പാത്തിൽ കിടക്കും പോലെ ഞങ്ങൾ കിടക്കുന്നു. വാർഡ് മെമ്പർക്കും ബ്ലോക്ക് മെമ്പർക്കും ഇത് കാഴ്ചയില്ല. ഞങ്ങളെ നിഷേധമായി ഫുട്പാത്ത് പട്ടിയേക്കാൾ. ഓരോ തവണ അപേക്ഷിക്കുമ്പോഴും ലിസ്റ്റിൽ പേരുണ്ട്, പണി തുടങ്ങാൻ വാർഡ് മെമ്പർ വന്ന് പറയും. എന്നാൽ ആ വീട് അത് മറ്റൊരാൾക്ക് നൽകും. അങ്ങനെ ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും കളക്ടർക്കും പരാതി കൊടുത്തെങ്കിലും ഇതേവരെ നീതി ലഭിച്ചിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിക്കണമെന്ന് യാചിച്ച് വീണ്ടും ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് അപ്പു മേസ്തിരി.